ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെല്ലാം എനിക്കിന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇത് കോളേജിലും ഡിഗ്രിക്ക് പിന്നെ അതുപോലെ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികളെ സ്കേർട്ട്, ടോപ്പ് അങ്ങനത്തെ സ്കേർട്ടല്ല എന്താ പറയുക, ടോപ്പ് കേട്ടോ. ടോപ്പ് ബ്ലൗസൊക്കെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഓണപ്പരിപാടി ആയിട്ടുള്ളതാണ്. അതിൽ കുറേ കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്നതുണ്ട്. അങ്ങനെ ഒരു കുട്ടി ഹോസ്റ്റലിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ മറ്റേത് രണ്ട് ഹോസ്റ്റലിലല്ല, വന്ന് പോകണം തന്നെയാണ് കേട്ടോ. പിന്നെ നൈറ്റി തുണിയാണ് കേട്ടോ ഇത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുതായിട്ട് നൈറ്റി ബിസിനസ് തുടങ്ങി എന്നുള്ളത്. അപ്പോൾ അതിന് എൻ്റെ അടുത്ത് നിന്ന് എടുത്തതാണ് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും പിന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കേട്ടോ. ഒന്നിന് ലൈനിങ് വെച്ചിട്ടുണ്ട്, ഒന്നിന് ലൈനിങ് വെക്കാതെയാണ് കേട്ടോ. അപ്പോൾ ഓണായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ, നല്ല തിരക്കോട് തിരക്കാം. ഓണം നല്ല എല്ലാ ആണ്ടർക്കും ഇങ്ങനെയും, അല്ലാത്ത ടൈമിലൊക്കെ നോർമലായിട്ടാവും കേട്ടോ സ്റ്റിച്ച് ചെയ്യാണ്ടാവുക. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ എമർജൻസി ആയിട്ട് വരുന്നത് ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ വൈകിട്ടൊക്കെ വിളിച്ചിട്ട് രാവിലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരുമോ ചോദിക്കും. ചിലത് രാവിലെ വിളിച്ചിട്ട് വൈകുന്നേരത്തൊക്കെ തരുമോ ചോദിക്കും. അപ്പോൾ ഞാൻ കഴിയണത് ഞാൻ വാങ്ങലുണ്ട് കേട്ടോ. ആരടുത്തും മടക്കി വിടലില്ല. എനിക്കങ്ങനെ കഴിയൂല എന്ന് പറയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാരണം എന്താ വെച്ചാൽ പൈസ മാത്രം മോഹിച്ചിട്ടൊന്നല്ല കേട്ടോ അങ്ങനെ മടക്കാത്തത്. സ്റ്റിച്ച് ചെയ്ത് തരൂല, ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് വെറും പൈസ മാത്രം മോഹിച്ചിട്ടൊന്നല്ല. അവരത്രയും ആഗ്രഹിച്ചിട്ടാവില്ലേ നമ്മളടുത്തേക്ക് ഒരു സാധനം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ അവർ തന്നെ സ്റ്റിച്ച് ചെയ്യൂലേ, നമ്മളടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാനും അങ്ങനെ ചെറിയ കുട്ടിയായിരുന്നെന്ന് ഞാനും അത്രയും മോഹിച്ചിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുകൊടുത്തത്. അത് ടൂറ് പോകാനായിരുന്നു. അപ്പോൾ ടൈമില്ല, കഴിയൂല എന്ന് പറഞ്ഞിട്ട് മടക്കിയിട്ട് അന്നത്തെ എൻ്റെ ഒരു സങ്കടം എനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം ഫ്രണ്ട്സൊക്കെ നല്ല ഡ്രസ്സ് ഇട്ട് പോയിട്ട് ഞാൻ മാത്രം ഉള്ളതിൽ പുതിയതിട്ടിട്ട് പോയി. അപ്പോൾ ആ ഒരു ടെൻഷന് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ ഓർക്കൽ. അപ്പോൾ മാക്സിമം ഞാൻ എല്ലാവരും വാങ്ങലുണ്ട്. കഴിയൂല എന്ന് ഞാൻ ആരോടും പറയലില്ല. ചിലപ്പോൾ എനിക്കൊരു പക്ഷേ വൈകിട്ട് കൊടുക്കാൻ പറ്റില്ല, രാവിലെ ആകുമ്പോഴേക്ക് കഴിയും. രാവിലെ ആകുമ്പോൾ എന്താ വെച്ചാൽ രാത്രി കുറച്ച് നമ്മൾ ഉറക്ക് കളഞ്ഞിട്ടാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് വിചാരിച്ച് എമർജൻസി ആണ് വിചാരിച്ച് ഞാൻ എമർജൻസി ചാർജൊന്നും വാങ്ങലില്ല കേട്ടോ. സാധാരണ നോർമൽ ചാർജ് തന്നെ വാങ്ങലുള്ളൂ. കാരണം എല്ലാം എൻ്റെ കസ്റ്റമർ തന്നെ ആവും, അധികം എൻ്റെ കസ്റ്റമർ തന്നെ ആവും കേട്ടോ അങ്ങനെ എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ അതുപോലെ അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ളവർ എൻ്റെ അയൽവാസികളാവും. അപ്പോൾ അങ്ങനെ എമർജൻസി ചാർജ് വാങ്ങണമൊക്കെ എനിക്കൊരു ഭയങ്കര ഇടങ്ങാറാട്ടോ. അപ്പോൾ ഞാൻ നോർമൽ ചാർജ് തന്നെ വാങ്ങുള്ളൂ. പിന്നെ അവർക്കൊക്കെ ഒരു പ്രതീക്ഷയാണ് എൻ്റെ അടുത്ത് കൊടുന്നാൽ ഞാൻ മടക്കൂല, അപ്പോൾ എത്ര നേരം വെയ്യാലും ഞാൻ അടിച്ച് തരും, അങ്ങനെയുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ അവർക്ക്. അപ്പോൾ ആദ്യം വിളിച്ചിട്ട് തന്നെ വരുള്ളൂ, അങ്ങനെയാണ് വരുമൊന്നുമില്ല കേട്ടോ. വിളിക്കും ആദ്യം, പക്ഷേ അവർക്ക് നല്ല പ്രതീക്ഷയാവും ചെയ്ത് തരും എന്നുള്ളൊരു പ്രതീക്ഷ നല്ലപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതാണ് കേട്ടോ, നൈറ്റി തുണി കൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണ്. ആലിലേൻ്റെ നെക്കാണ് കേട്ടോ ഇതിനൊക്കെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഈ ആലില കഴുത്ത് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് സിമ്പിളായിട്ട് കട്ട് ചെയ്യാനുള്ള ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും വരുന്നവരെ ഓക്കെ, ബൈ.